എത്ര തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്ന ചോദ്യത്തിന് എല്ലായ്പ്പോഴും കേൾക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്. 3 തരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമ്പർ 1 ഇക്വിറ്റി ഫണ്ട്, നമ്പർ 2 ഡെപ്റ്റ് ഫണ്ട്, നമ്പർ 3 ഹൈബ്രിഡ് ഫണ്ട്. എന്നാൽ ഇവയ്ക്ക് 3നും പുറമെ ഇവയ്ക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു തരം മ്യൂച്വൽ ഫണ്ട് കൂടിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രോത്തും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടേത് പോലെയുള്ള സേഫ്റ്റിയും ഗോൾഡ്, സിൽവർ പോലെയുള്ള അസറ്റുകൾ നൽകുന്ന സ്റ്റെബിലിറ്റിയും ഒരേ സമയം നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്ന ഇത്തരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ പറയുന്ന പേരാണ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. എന്താണ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ? എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ? ഇത് ആർക്കൊക്കെയാണ് യോജിക്കുക എന്നീ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി, ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പേരിൽ പറയുന്നത് പോലെ തന്നെ മൾട്ടി അസറ്റുകളിലേക്ക്, അതായത് വ്യത്യസ്തങ്ങളായ അസറ്റ് ക്ലാസുകളിലേക്ക് നിക്ഷേപകരുടെ പണം വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞു. എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസറ്റ് ക്ലാസുകൾ? നമുക്കിവിടെ പ്രധാനപ്പെട്ട ചില അസറ്റ് ക്ലാസുകൾ പരിചയപ്പെടാം. നമ്പർ 1 ഇക്വിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപങ്ങൾ, അതായത് മറ്റു കമ്പനികളുടെ ഷെയറുകളിലേക്ക് നടത്തുന്ന നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് ഇക്വിറ്റി നിക്ഷേപങ്ങൾ. ഇക്വിറ്റി നിക്ഷേപങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ കയറ്റിറക്കങ്ങൾ ഇക്വിറ്റി നിക്ഷേപങ്ങളെ ബാധിക്കാറുണ്ട്. എന്നാൽ അതേസമയം ഇക്വിറ്റി നിക്ഷേപങ്ങളിൽ നിന്നും വളരെ ഉയർന്ന റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ലോങ് ടൈമിലേക്കുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇക്വിറ്റി നിക്ഷേപങ്ങൾ വളരെ മികച്ച റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു അസറ്റ് ക്ലാസ് പരിചയപ്പെടാം. അത് ഡെപ്റ്റ് ആണ്. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിലേക്ക്, അതായത് ഡിബഞ്ചറുകളിലേക്കും ബോണ്ടുകളിലേക്കും, മലയാളത്തിൽ പറഞ്ഞാൽ കടപ്പത്രങ്ങളിലേക്ക് നടത്തുന്ന നിക്ഷേപങ്ങളെ പറയുന്ന പേരാണ് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. സപ്പോസ് താങ്കൾ 1 ലക്ഷം രൂപ എ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡിബഞ്ചറിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് താങ്കൾ 1 ലക്ഷം രൂപ വായ്പ കൊടുത്തിരിക്കുകയാണ്. അതായത് കമ്പനി താങ്കളോട് 1 ലക്ഷം രൂപ കടം മേടിച്ചിരിക്കുന്നു. കമ്പനി താങ്കൾക്ക് ഒരു പലിശ തീർച്ചയായിട്ടും തരും. ആ പലിശയാണ് താങ്കൾക്ക് ലഭിക്കുന്ന റിട്ടേൺ. ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിലെ നിക്ഷേപങ്ങൾക്ക് റിസ്ക് താരതമ്യേന കുറവാണ്. ഏതാണ്ട് ഒരു ഫിക്സഡ് റേറ്റിലുള്ള റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കൂടുതലാണ്. എന്നാൽ ഇക്വിറ്റി നിക്ഷേപങ്ങളിലേതുപോലെ വളരെ ഉയർന്ന റിട്ടേൺ ലഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു അസറ്റ് ക്ലാസ് പരിചയപ്പെടാം. അതെല്ലാവർക്കും സുപരിചിതമായ ഗോൾഡ് ആണ്, സ്വർണമാണ്. സ്വർണത്തിലെ നിക്ഷേപങ്ങൾ വളരെ സുരക്ഷിതമാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. അത് ഏറെക്കുറെ സത്യവുമാണ്. സാധാരണഗതിയിൽ വളരെ വലിയ ഇറക്കങ്ങളൊന്നുമില്ലാതെ, വളരെ വലിയ കറക്ഷനുകളൊന്നും ഇല്ലാത്ത ഗ്രോത്ത് ഉണ്ടാക്കി തരുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് സ്വർണം. ഒരു സ്റ്റെബിലിറ്റി ഉള്ള നിക്ഷേപമായിട്ട് നമുക്ക് സ്വർണത്തെ പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വെക്കുന്നവരുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഗോൾഡ് ETF-കൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട് തുടങ്ങി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പല വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുമുണ്ട്. മറ്റൊരു അസറ്റ് ക്ലാസ് ആണ് സിൽവർ, നമ്മുടെ സ്വന്തം വെള്ളി. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് പോലെ തന്നെ സിൽവറിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കും. സിൽവർ ETF-കളും മറ്റ് ഇൻസ്ട്രുമെന്റുകളും ഒക്കെ ലഭ്യമാണ്. ഇനി മറ്റൊരു അസറ്റ് ക്ലാസ് കൂടി നമുക്ക് പരിചയപ്പെടാം. അത് റിയൽ എസ്റ്റേറ്റ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു നിക്ഷേപമാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ. ലാൻഡ്, ബിൽഡിംഗ്, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ്സ് തുടങ്ങിയവയിലൊക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നതിനെയാണ് പൊതുവെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസറ്റ് ക്ലാസുകൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടി ലഭ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിക്ഷേപങ്ങൾ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരൊറ്റ അസറ്റ് ക്ലാസ്സിൽ മാത്രമാകരുത്. നമ്മുടെ നിക്ഷേപങ്ങൾ മൊത്തം ഇക്വിറ്റിയിൽ ആകാൻ വേണ്ടി പാടില്ല. നമ്മുടെ നിക്ഷേപങ്ങൾ മൊത്തം ഗോൾഡിൽ ആകാൻ വേണ്ടി പാടില്ല. നമ്മുടെ നിക്ഷേപങ്ങൾ മൊത്തം ഡെപ്റ്റിൽ ആകാൻ വേണ്ടി പാടില്ല. മറിച്ച് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾക്ക്
അത്യാവശ്യമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വ്യത്യസ്തങ്ങളായ അസറ്റ് ക്ലാസുകളിൽ ആയിരിക്കുമ്പോഴാണ് റിസ്ക്കും റിട്ടേണും ഒക്കെ ബാലൻസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ പോർട്ട്ഫോളിയോ ഹെൽത്തി ആയിട്ട് മാറുന്നതും. ഇത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് തരാൻ വേണ്ടി സാധിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുക ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ഫണ്ട് മാനേജർമാർ വ്യത്യസ്തങ്ങളായ അസറ്റ് ക്ലാസുകളിലേക്ക്, അതായത് കുറേ ഭാഗം ഇക്വിറ്റിയിലേക്ക്, കുറേ ഭാഗം ഡെപ്റ്റിലേക്ക്, മറ്റു കുറേ ഭാഗം ഗോൾഡിലേക്ക്, മറ്റു കുറേ ഭാഗം സിൽവറിലേക്ക്, ഇങ്ങനെ വ്യത്യസ്ത അസറ്റ് ക്ലാസുകളിലേക്ക് നിക്ഷേപിക്കുകയും നമ്മുടെ നിക്ഷേപങ്ങൾക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ലഭ്യമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകതകൾ ഇവയാണ്. ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ലോ റിസ്ക്. അതിനെപ്പറ്റി ഇനി പറയേണ്ടതില്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, സ്യൂട്ടബിൾ ഫോർ ഓൾ മാർക്കറ്റ് കണ്ടീഷൻ. ഏതൊരു മാർക്കറ്റ് കണ്ടീഷനിലും, ഇറക്കത്തിലും കയറ്റത്തിലും തകർച്ചയിലും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന, ഇൻവെസ്റ്റേഴ്സിന് ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തരുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഈ മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇന്ത്യയിലെ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും, എല്ലാ ഫണ്ട് ഹൗസുകളും മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല ഫണ്ട് ഹൗസുകളുടെയും മൾട്ടി അസറ്റ് ഫണ്ടുകൾ NFO ആയിട്ട് വരുന്നുമുണ്ട്. കാനറ റൊബേക്കോ മ്യൂച്വൽ ഫണ്ടിന്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെ NFO 2025 മെയ് 9 മുതൽ മെയ് 23 വരെയാണ്. NFOയുടെ പ്രത്യേകത 10 രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഇൻവെസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.